വെള്ളത്തിന്റെ പൈസ കൂടിയില്ലേ? വെള്ളത്തിന്റെ പൈസ നമ്മളിപ്പോൾ ഒരു മാസം അടയ്ക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി എടുക്കും അവർ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അവിടെ വാട്ടർ അതോറിറ്റി കൊണ്ടുപോയി പൈസ അടച്ചു കഴിഞ്ഞാലും പോരാ, അത് റീകണക്ട് ചെയ്യണമെങ്കിൽ ഒരു പൈസ അതടയ്ക്കണം. ആദ്യത്തെ ഭരണ സമയത്തൊക്കെ നമ്മൾ കുറച്ച് നല്ല ഇതിലായിരുന്നു, പുള്ളി തന്നെ വന്നാൽ മതി. പക്ഷേ ഈ രണ്ടാമത് വന്ന വരവ് നമുക്ക് അടിയായിപ്പോയി. എല്ലാം താറുമാറാവില്ലേ ഒരു ഇതിൽ തന്നെ. ഇപ്പോൾ പെട്രോളിന് വില കൂടി, ആകെ കൂടി കുറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസിൻ്റെതിന് മാത്രം ഒരു 200 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മൾ 960 രൂപ കൊടുക്കുമല്ലോ. അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാതിരിക്കുന്നുണ്ടോ? ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ഇല്ലാന്നുള്ളൂ. കാശില്ല എന്ന് പറയുന്നുണ്ട്. പറയണ വിലക്കയറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ പൈസ അടയ്ക്കാൻ ചെന്നാലും ഒരു ദിവസം വൈകിയാൽ തന്നെ അതിനൊരു ഇൻട്രസ്റ്റാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കൊടുക്കണ്ടേ? അതൊക്കെ വലിയ കഷ്ടം തന്നെയല്ലേ? അതല്ലെങ്കിൽ അവർ ഫീസ് ഊരിക്കൊണ്ട് ഇവിടെ പ്രതികരിക്കാൻ പേടിയാണ്, ഭയമാണ് എല്ലാവർക്കും, അല്ലേ? ഭയമാണ്. അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു ഇത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം തോന്നുന്നു. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തല കാണില്ല, കൈ കാണില്ല എന്നുള്ള പ്രശ്നം കൂടുകയാണല്ലോ അടുത്ത ആഴ്ച മുതൽ. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് പറയാം. കറണ്ട് ബില്ല് ഇങ്ങനെ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ജനങ്ങൾക്കും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഇത് ഓരോ പ്രാവശ്യവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് യാതൊരു ഇതുമില്ല, വളരെ ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്നത്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വെള്ളത്തിൻ്റെ പൈസ ആയാലും കൂടിക്കൊണ്ടിരിക്കണം, അതും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാം നമ്മളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വാങ്ങിക്കൽ മാത്രമേ ഉള്ളൂ, അവിടെ നിന്നുള്ള യാതൊരു ഇതും നമുക്ക് കിട്ടുന്നില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഒരു മാസത്തെ ശമ്പളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതിവിടെ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? വിലക്കയറ്റത്തിനനുസരിച്ച് ശമ്പളം കൂടുന്നില്ലല്ലേ? അത് കൂടുന്നില്ല, അത് ഒരു ഇതിനും കിട്ടില്ല നമുക്ക്. അവർ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് കൂട്ടാൻ പറ്റില്ല. കൂട്ടിയാൽ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാത്തിനും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. ആ ജനങ്ങളാരും അധികം പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ പ്രതികരിക്കാൻ പേടിയാണ്, ഭയമാണ് എല്ലാവർക്കും, അല്ലേ? ഭയമാണ്. അതുകൊണ്ടാണ് പ്രതികരിക്കാത്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ള ഒരു ഇത്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടായിരിക്കാം തോന്നുന്നു. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം തല കാണില്ല, കൈ കാണില്ല എന്നുള്ള പ്രശ്നം. അവരെ മാക്സിമം നമ്മൾ ഉപദ്രവിക്കുക എന്നുള്ള ഒരു മൈൻഡിലേക്കാണ് ഇപ്പോൾ എല്ലാവർക്കും വന്നിരിക്കുന്നത്. ശരിക്കും ഈ ഒരു സർക്കാരിൽ നിന്നും ഇതായിരുന്നു പ്രതീക്ഷിച്ചത്? ഇതൊന്നുമല്ല, നല്ല രീതിയിലായിരുന്നു പ്രതീക്ഷിച്ചത്. ആദ്യത്തെ ഭരണ സമയത്തൊക്കെ നമ്മൾ കുറച്ച് നല്ല ഇതിലായിരുന്നു, പുള്ളി തന്നെ വന്നാൽ മതി. പക്ഷേ ഈ രണ്ടാമത് വന്ന വരവ് നമുക്ക് അടിയായിപ്പോയി. എല്ലാവർക്കും അറിയാം, പക്ഷെ ആരും പുറത്ത് പറയില്ല എന്ന് മാത്രം. അത്രേ ഉള്ളൂ. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഭയം. ഇവിടെ ആര് പുറത്ത് പറയുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു രീതി വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മളൊക്കെ ഒന്നും അല്ലല്ലോ. നമ്മളൊക്കെ വെറും സാധാരണ ജനങ്ങളല്ലേ. ഭയത്തിന് കൊണ്ടിട്ടാണ് ആരും പറയാത്തത്. എല്ലാവരും ഉള്ളിൽ പറയുന്നുണ്ട്, പറയാണ്ട് ആരും. എല്ലാവർക്കും ഉള്ളിൽ അമർഷമുണ്ട്. പിന്നെ ഇല്ലേ, ഇല്ലാത്തവരാരാ ഉള്ളേ? അതവർ കള്ളം പറയണം. അവർക്ക് വേറെ എല്ലാ ആവശ്യങ്ങൾക്കും അവർ പോകുന്നുണ്ടല്ലോ. അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കാതിരിക്കുന്നുണ്ടോ? ജനങ്ങളുടെ കാര്യങ്ങൾ മാത്രമേ ഇല്ലാന്നുള്ളൂ. കാശില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ് ബസ് അവർക്ക് കാശില്ല എന്ന് പറയുന്നുണ്ട്, കൊടുക്കാതിരിക്കണില്ലേ? അവരൊക്കെ സമരത്തിലേക്ക് പോലെ. അവർ നമ്മളെ പോലെ മനുഷ്യരല്ലേ, ജോലി ചെയ്തിട്ട് തന്നെയല്ലേ. KSRTC ബസ് എത്രയോ ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്, പൈസ കൊടുക്കണില്ല. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവർ ഇങ്ങനെ അടിച്ചമർത്തി വിടുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ഇപ്പം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറഞ്ഞൊരു സംവിധാനമൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും അതൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ ഈ ഗവൺമെന്റ് കൊണ്ടുവരില്ല. പിന്നെ പിന്നീട് വരുമോന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ നാട്ടിൽ അതിന് എന്താ ഉള്ളത്? എന്താണ് നാട്ടിൽ എന്താ സൗജന്യമുള്ള? ഒന്നുമില്ല. പിടിച്ചു പറിക്കാന്നുള്ളത് കഴിഞ്ഞിട്ട് യാതൊരു സൗജന്യമില്ല. ഒരു പറയണ വിലക്കയറ്റത്തിനനുസരിച്ചിട്ട് നമ്മൾ പൈസ അടയ്ക്കാൻ ചെന്നാലും ഒരു ദിവസം വൈകിയാൽ തന്നെ അതിനൊരു ഇൻട്രസ്റ്റാണ് അവർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതും നമ്മൾ കൊടുക്കണ്ടേ? അതൊക്കെ വലിയ കഷ്ടം തന്നെയല്ലേ? അതല്ലെങ്കിൽ അവർ ഫീസ് ഊരിക്കൊണ്ട് പോകും. അപ്പോഴും പിന്നെ അവരത് കണക്ട് ചെയ്യണമെങ്കിൽ 100 രൂപ വേറെ കൊടുക്കേണ്ടി വരും, വിളിച്ചു പറയണം. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വേറെയുമുണ്ട്. പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ KSEBയിൽ സർക്കാർ ഓഫീസ് വകയിൽ തന്നെ ഒരുപാട് കുടിശ്ശികളുണ്ടെന്നാണ് നമ്മൾ ന്യൂസിൽ കണ്ടത്. അതൊന്നും പിരിച്ചെടുക്കാനായിട്ട് KSEB അതൊന്നും അവരെ കൊണ്ട് പറ്റില്ല. അതെന്തെന്നാണ്? അത് നമ്മളെ പോലുള്ള പാവങ്ങളല്ലല്ലോ. പാവങ്ങളോട് ഫീസ് വരും, അതിനൊരു ഇൻട്രസ്റ്റ് എന്തോ. പിന്നെ എത്ര രൂപയും കൂടി നമ്മൾ ഉണ്ടാക്കണം. ഇതെല്ലാം നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കും? നമുക്ക് അതിനുള്ള പറ്റണ്ടേ? തൊഴിൽ വേണ്ടേ? തൊഴിലിന് ചെയ്യാനിരുന്നാൽ തന്നെ നമ്മളുടെ അടുക്ക് ഇതേപോലെ വിലക്കയറ്റത്തിലേക്ക് പോകുമ്പോൾ ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ അതിന് പൈസ വേണം. അതനുസരിച്ച് നമ്മൾ കൂട്ടുമ്പോഴത്തേക്കും അതൊട്ടും അവർക്ക് പറ്റില്ല. അതും പാവങ്ങൾ തന്നെയല്ലേ.
നിത്യം അന്നേന്നുള്ള ജീവിക്കാൻ മാർഗം വേണ്ടേ അവർക്ക്. അപ്പോൾ ഒരു ആൾക്ക് മാത്രം കൊണ്ടുപോയി പൈസ കൊടുത്താൽ മതിയോ? എല്ലാം താറുമാറാവില്ലേ ഒരു ഇതിൽ തന്നെ. ഇപ്പം പെട്രോളിന് വില കൂടി, ആകെ കൂടി കുറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്യാസിൻ്റേതിന് മാത്രം ഒരു 200 രൂപ കുറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമ്മൾ 960 രൂപ കൊടുക്കണം അത് വീട്ടിൽ കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ 1000 ചില്ലാൻ രൂപ കൊടുക്കണമായിരുന്നു, 1140 രൂപ കൊടുക്കണമായിരുന്നു. അതിൽ മാത്രം 200 രൂപ അതിൽ മേൽ കുറഞ്ഞിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം വെള്ളത്തിൻ്റെ പൈസ കൂടിയില്ലേ? വെള്ളത്തിൻ്റെ പൈസ നമ്മളിപ്പോൾ ഒരു മാസം അടയ്ക്കാൻ പറ്റിയില്ല, അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടി എടുക്കും അവർ. അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ അവിടെ വാട്ടർ അതോറിറ്റി കൊണ്ടുപോയി പൈസ അടച്ചു കഴിഞ്ഞാലും പോരാ, കട്ട് ചെയ്യാനായിട്ട് അത് റീകണക്ട് ചെയ്യണമെങ്കിൽ ഒരു പൈസ അതടയ്ക്കണം. പിന്നെ അത് വന്ന് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പൈസ അതൊക്കെ വാട്ടർ അതോറിറ്റിയിൽ നമ്മൾ അടയ്ക്കണം. വന്ന ആൾക്ക് ആ പ്ലംബർക്ക് കൊടുക്കണം 250 രൂപ. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? അവരുടെ 250 എന്നല്ല, അവർ ഒരു ദിവസത്തെ കാശ് മേടിക്കുന്നുണ്ട്. ഒരു ദിവസം 1 മണിക്കൂർ വർക്ക് ചെയ്താലും അവർ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തെ കാശാണ് അവർ വാങ്ങണത്. ഇലക്ട്രീഷ്യൻ ആയാലും വാട്ടർ അതോറിറ്റിയിൽ കൊടുക്കണം നമ്മൾ. അതല്ല പ്ലംബറിന്റെയും അവർ പറയുന്നത് വില കൂടി, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര കാശ് വേണം. നമ്മൾക്ക് കൂടി ഇത് അവർ കണക്കാക്കുന്നില്ല. അതാണ് മന്ത്രി പറയുന്നത്. ഈ പറയുന്ന ചെറിയൊരു വിലക്കയറ്റം ജനങ്ങളെ ബാധിക്കുന്നില്ലെന്നാണ്. അതങ്ങോർക്കല്ല, അവർക്ക് പറ്റും, നമ്മളെ പോലുള്ളവർക്ക് പറ്റില്ല. അവർ പറയാൻ ആർക്കും സാധിക്കും, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനാണ് പാട്. പ്രവൃത്തിയിൽ വരേണ്ട ഇതെല്ലാം. ഇന്നത്തെ വിലയാണോ നാളെ? ഇപ്പോൾ പോയിട്ട് നമ്മൾ ആ ഒരു പച്ചക്കറി നോക്കും, ആ പച്ചക്കറിക്ക് നാളെ അല്ല, ആ പൈസ അല്ല, കൂടുന്ന മാത്രമേ, കുറയുന്ന ഒന്നുമില്ല. 500 റുപ്പീസ് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ആവശ്യം നടക്കില്ല. നിസ്സാര സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ.